അൻസിബയുടെ മുമ്പിലാണ് മുട്ടുപ് അടക്കിയത്. അൻസിബയുടെ സാഹചര്യം അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ അൻസിബ ജയിച്ചല്ലോ. ഇതൊരു വലിയ അൻസിബയെ പുറത്താക്കാനാണ് കണക്ക് വയ്ക്കാൻ വേണ്ടി ശ്വേത കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ആ ഒരു കണക്ക് വയ്ക്കാനുള്ള സമയം ആവശ്യപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു അമ്മയിലെ ഈ സംഘടനയിലെ മറ്റുള്ള അംഗങ്ങളുടെ ഒരു രീതി? അതായത് ശ്രീ ഗണേഷ് കുമാർ വന്നു, ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ശ്രീ മോഹൻലാൽ വന്ന് അത് തീരുമാനം അറിയിക്കണം, അവർക്ക് കൊടുക്കേണ്ടതാണ്, കാരണം സ്ത്രീകളാണ്, അവർക്ക് ഭരണപരിചയമില്ലാത്തതുകൊണ്ടാണ്, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. നടി മാലാ പാർവതി മീഡിയയോടൊപ്പം ചേരുകയാണ്. ഇന്നലെ അമ്മയിലെ തർക്കം വലിയ രൂക്ഷമായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇന്നലെ ശ്വേതാ മേനോൻ രാജിവെക്കുന്ന, അല്ലെ അംഗത്വം മൂലം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ, ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ചാർജ് എടുത്തതിന് ശേഷം ആ ഭരണസമിതി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. പക്ഷേ അതിനകത്ത് അവർക്ക് കുറേ പാളിച്ചകളും സംഭവിച്ചു. അത് കൂടുതലും ഇതിന് മുമ്പൊക്കെ അമ്മയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അമ്മയെ അറ്റാക്ക് ചെയ്യായിരുന്നു. അമ്മയിലെ അംഗങ്ങൾ തമ്മിലൊരു ഐക്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പരസ്പരമുള്ള ഗ്രൂപ്പും തിരിവും കാരണം ഒരുപാട് നാണം കെട്ട അവസ്ഥയിലേക്ക് അമ്മ സംഘടന മാറി. വളരെ മോശമായിട്ട് പൊതുസമൂഹത്തിലും ഇതുണ്ടായി, അങ്ങനെ ഒരു അവമതിപ്പുണ്ടായി. അപ്പോൾ അതിൻ്റെ വിമർശനങ്ങളോട് ആൾക്കാർക്ക് എതിർപ്പുള്ളപ്പോൾ തന്നെ കണക്ക് അവതരിപ്പിക്കുകയായിട്ട്, റിപ്പോർട്ട് അവതരിപ്പിക്കുകയായിട്ട് ചെയ്തില്ല. അപ്പോൾ ഒരു ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് അവതരിപ്പിക്കുക, അതുപോലെ കണക്ക് അവതരിപ്പിക്കുക. അത് അംഗീകരിക്കപ്പെട്ടിട്ട് വലിയ എമൗണ്ടൊക്കെ ഉള്ള ഒരു ഭരണസമിതിയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അത് കോർപ്പറേഷനിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇതിനുള്ള അവർക്ക് അത് സാധിച്ചില്ല, അവരത് ചെയ്തില്ല. ലാസ്റ്റ് മിനിറ്റാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ അത് റിപ്പോർട്ട് അംഗീകരിക്കാതിരിക്കുകയോ അല്ലാതെ കണക്ക് അംഗീകരിക്കാതിരിക്കുകയോ, ജനറൽ ബോഡി കൈയടിച്ച് അംഗീകരിക്കുക. ഒരാൾ സപ്പോർട്ട് ചെയ്യണം, ഒരാൾ പ്രപ്പോസ് ചെയ്യണം, ഒരാൾ സപ്പോർട്ട് ചെയ്യണം, ബാക്കിയുള്ളവർ അംഗീകരിക്കണം. ഈ പ്രൊസീജിയർ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങിപ്പോകണം, അഡ്ഹോക് കമ്മിറ്റിയിലോട്ട് പോകണം. അത് ശ്വേത എന്നല്ല, ആര് വന്നാലും അതാണ് എൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അത് ജനറൽ ബോഡി അംഗീകരിക്കണോ വേണ്ടയോ എന്ന് ഉച്ചവരെയും തർക്കങ്ങൾ പോയി. അതിനകത്ത് ബാബുരാജിൻ്റെ കണക്കിൻ്റെ പ്രശ്നമാണ് എന്ന് ശ്വേത പറഞ്ഞു, ട്രഷറർ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു, ഓഡിറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓഡിറ്റർ പറഞ്ഞു ഇത് ഓഡിറ്റഡ് അല്ല, ഇത് ക്വാളിഫൈഡ് ഓഡിറ്റാണ്, അതായത് കുറയോട് കൂടിയുള്ള ഓഡിറ്റഡാണ് കൊടുത്തത്. ട്രഷറർ പറഞ്ഞു ഞാനിത് അംഗീകരിക്കത്തില്ല, ഈ കണക്ക് എന്നെ നിർബന്ധമായിട്ട് ലീവിൽ പോകാൻ പറഞ്ഞതാണ്, എന്നെ കണക്ക് നോക്കാൻ സമ്മതിച്ചിട്ടില്ല. ഒരു പക്ഷം ഏറ്റെടുത്തിട്ട് പൈസ ചിലവാക്കുകയായിരുന്നു, അത് എതിർത്തതിൻ്റെ പേരിലാണ് എന്നെ പോകാൻ പറഞ്ഞതെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം പറഞ്ഞു. പിന്നെ മൂന്നാമത് പറഞ്ഞത് ബാബുരാജിൻ്റെ കണക്ക്. അദ്ദേഹം അഡ്ഹോക് കമ്മിറ്റിയിലായിരുന്നു, അദ്ദേഹത്തിന് കണക്ക് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിനെ വിളിച്ച് വരുത്തി കണക്ക് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. അപ്പോൾ മുമ്പ് കണക്ക് നോക്കിയിരുന്ന പയ്യന് ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അയാൾ കണക്ക് കൊടുക്കാത്തതെന്ന് അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ എല്ലാവരും തമ്മിൽ ഈ വാദങ്ങളെ ആൾക്കാർ ചെറുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്വേതയ്ക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഇതൊന്നുമല്ല പ്രധാന കാര്യമായിട്ട് മാറിയത് അൻസിബയുടെ പ്രസംഗമാണ്. അൻസിബ കയറി കൃത്യമായി കാര്യകാരണങ്ങളോടെ സ്പഷ്ടമായി കൃത്യമായി നീതിപൂർവമായ ഒരു പ്രസംഗം അങ്ങ് നടത്തി. അതൊരു സിനിമാറ്റിക് മൊമെൻ്റ് ആയിരുന്നു. നമുക്കൊരു സിംഗപ്പെടണമെന്നൊക്കെ തോന്നുന്ന പോലെ. എന്ന് വെച്ചാൽ ഒരു വാക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ നിശബ്ദമായി ആൾക്കാരത് കേൾക്കുകയും അൻസിബ സമൂഹ മധ്യത്തിലും മാധ്യമങ്ങളുടെ മുന്നിലും പറഞ്ഞ ആരോപണങ്ങളെ എല്ലാം സാധൂകരിക്കുന്ന തരത്തിലുള്ള എവിഡൻസോടുകൂടി വന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് അൻസിബയോടൊപ്പമായി. അൻസിബയുടെ നിലപാടിനൊപ്പം ഇവർ തുടരണ്ട എന്ന അമ്മ അംഗങ്ങൾ, ആദ്യം കുറച്ച് സംശയമുള്ളവർ പോലും അൻസിബയോടൊപ്പം നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. അതായത് ഈ അൻസിബയുടെ വിഷയത്തിലാണ് ഈ ശ്വേത അങ്ങനെ രാജിവെച്ചിറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അൻസിബയുടെ മുമ്പിലാണ് മുട്ടുപ് അടക്കിയത്. അൻസിബയുടെ സാഹചര്യം അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ അൻസിബ ജയിച്ചല്ലോ. ഇതൊരു വലിയ അൻസിബയെ പുറത്താക്കാനാണ് കണക്ക് വയ്ക്കാൻ വേണ്ടി ശ്വേത കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ആ ഒരു കണക്ക് വയ്ക്കാനുള്ള സമയം ആവശ്യപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു അമ്മയിലെ ഈ സംഘടനയിലെ മറ്റുള്ള അംഗങ്ങളുടെ ഒരു രീതി? അതായത് ശ്രീ ഗണേഷ് കുമാർ വന്നു, ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ശ്രീ മോഹൻലാൽ വന്ന് അത് തീരുമാനം അറിയിക്കണം, അവർക്ക് കൊടുക്കേണ്ടതാണ്, കാരണം സ്ത്രീകളാണ്, അവർക്ക് ഭരണപരിചയമില്ലാത്തതുകൊണ്ടാണ്, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആൾക്കാർ അതിനോട് ഞാൻ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് കോൺടെംപ്ലേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അൻസിബ സംസാരിച്ചത്. അൻസിബയുടെ ആരോപണമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നത്. അതെ, അൻസിബയുടെ മുമ്പിലാണ് അവർ. അപ്പോൾ ഇതിൽ